അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്, നമുക്ക് ആറ്റുകാൽ പൊങ്കാല ഇനി 2-3 ദിവസമേ ഉള്ളൂ. പൊങ്കാല ഇന്ന് അടുത്ത് വരികയാണ്. അപ്പോൾ പൊങ്കാല ഇടാനായിട്ട് നമുക്ക് കുറേ വ്രത അനുഷ്ഠാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആർത്തവം കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് നമുക്ക് പൊങ്കാല ഇടാൻ പറ്റുക. അതുപോലെ പൊങ്കാല തിളച്ച് തൂവി അത് ഏത് ദിശയിലോട്ടാണ് തിളച്ച് തൂവേണ്ടത്, അതിലൊക്കെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ആറ്റുകാൽ പൊങ്കാലയിടുമ്പോൾ ഭക്തർ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വ്രതത്തിൻ്റെ കാര്യത്തിലാണേലും ഇടേണ്ട രീതിയാണേലും ഒക്കെ നമുക്ക് നോക്കാം. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു പ്രധാന കാര്യം ഭക്തിയും വ്രതശുദ്ധിയുമാണ്. ഓരോരുത്തരും സ്വന്തം സാഹചര്യം പോലെ വ്രതമെടുക്കണം. ക്ഷേത്രത്തിലെ എല്ലാ പ്രധാന ചടങ്ങുകളായ കാപ്പ് കെട്ടുന്നത് മുതൽ 9 ദിവസം മത്സ്യമാംസാദികളും ശാരീരിക ബന്ധമൊക്കെ ഉപേക്ഷിച്ച് ദേവീ മന്ത്രജപത്തോടെ എന്നും ക്ഷേത്ര ദർശനം നടത്തണം. അങ്ങനെ എടുക്കുന്നതാണ് ഒരു സാധാരണ രീതിയിൽ നിന്ന്. ഇനി അതിന് കഴിയാത്തവർ ഒരു 7, 5, 3 ദിവസമെങ്കിലും കുറഞ്ഞത് വ്രതം എടുത്തിരിക്കണം. അതിനു പറ്റിയില്ലെങ്കിൽ തലേന്നെങ്കിലും വ്രതം എടുക്കണം. മാസമുറ കഴിഞ്ഞ 7-ാം ദിവസമാണ് പൊങ്കാല ഇടാവുന്നത്. ഇനി പുലയോ വാലായ്മയൊക്കെ ഉള്ളവർ, അത് അവരുടെ വിശ്വാസങ്ങളുടെയൊക്കെ ആ ഒരു ദിനക്രമം ചിലപ്പം 11 ആവാം, ചിലപ്പം 16 ആവാം. അതൊക്കെ കഴിഞ്ഞ് തീരുന്നത് വരെ പൊങ്കാല ഇടരുതെന്നാണ് പറയപ്പെടുന്നത്. ഇനി പൊങ്കാലയുടെ പരിസരത്തോ ക്ഷേത്ര പരിസരത്തോ പോലും വരരുതും പറയുന്നു. പുലയും വാലായ്മയും ശുദ്ധാശുദ്ധിയുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദേവിയുടെ ഒരു നിവേദ്യമാണല്ലോ പൊങ്കാല. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാലയാണ് നിവേദ്യം. അതിൽ ശുദ്ധി വളരെ നിർബന്ധമാണ്. ഇനി മരണം കഴിഞ്ഞ് 16 വരെ പുലയും ജനിച്ച് 11 വരെ വാലായ്മയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ളത്. അപ്പോൾ പ്രസവിച്ച സ്ത്രീകൾക്ക് 6 മാസത്തിനോ കുഞ്ഞിന് ചോറൂണിന് ശേഷമോ ഒക്കെ പൊങ്കാല ഇടാവുന്നതാണ്. ഇനി അമ്മ സർവാഭീഷ്ട വരദായിനിയാണ്. ജാതിമത വ്യത്യാസങ്ങളില്ലാതെ പൊങ്കാല ഏവർക്കും സമർപ്പിക്കാം. ഭക്തിയും വിശ്വാസമാണ് ഇവിടുത്തെ പ്രധാന കാര്യം തന്നെ. ഈ പൊങ്കാലയ്ക്ക് പുത്തൻ മൺകലം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. പുത്തൻ മൺകലത്തിലെ പൊങ്കാല ആത്മസമർപ്പണത്തിൻ്റെ അടയാളമാണ്. മണ്ണ് ശരീരമാണ്, പഞ്ചഭൂതങ്ങളിലൊന്നാണ്. പൊങ്കാലയിൽ പഞ്ചഭൂതങ്ങളും പങ്കെടുക്കുന്നു എന്നാണ് വിശ്വാസം. പൊങ്കാല എന്നത് ദേവിക്കുള്ള നിവേദ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ പൊങ്കാലയിടാൻ തേങ്ങ തിരുമുന്നതും ശർക്കര അരിയുന്നതും പൊങ്കാല ദിവസം തന്നെ ആകാനായിട്ട് ശ്രദ്ധിക്കുക. തലേന്നൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളും അതിൻ്റെ ശുദ്ധിയിലൊക്കെ ഒത്തിരി വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അന്ന് തന്നെ അത് എങ്ങനെയായാലും രാവിലെ തന്നെ അത് റെഡിയാക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇനി പൊങ്കാല പൂർണ്ണ സമർപ്പണമാണ്. മനസ്സ് ദേവിയിൽ മാത്രം നമ്മൾ അങ്ങ് ആക്കുക. പൊങ്കാലയ്ക്ക് തയ്യാറാക്കി വെച്ച ശേഷം അടുപ്പ് കത്തിക്കും മുമ്പ് മറ്റൊരു ക്ഷേത്രത്തിലും പോകരുത്. പൊങ്കാല നിവേദ്യം കഴിയും വരെ ദേവിയെ പ്രാർത്ഥിക്കണം. അങ്ങനെ ദേവിയുമായി പ്രാർത്ഥിച്ച് ശേഷമേ മനസ്സിൽ അമ്മയെ എപ്പോഴും തന്നെ വിചാരിക്കണം. ഇനി പൊങ്കാല ഇടുമ്പോൾ അമ്മയുടെ നാമജപം അത് വളരെ അത്യന്താപേക്ഷികമായ ഒരു കാര്യമാണ്. പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ നാം ചൊല്ലണം: സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന നാമം ജപിക്കുക. ദേവി മഹാത്മ്യവും ലളിത സഹസ്രനാമവും ഒക്കെ ജപിക്കുന്നത് ഉത്തമമാണ്. എങ്കിലും ഏറ്റവും ഉത്തമം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന ഈ ഒരു മന്ത്രമാണ്. ഇനി പൊങ്കാലയ്ക്ക് അരിയിടുമ്പോൾ എങ്ങനെ വേണം? ഭക്തിപൂർവം ദേവിയെ മനസ്സിൽ സ്മരിച്ച് ദേവീ മന്ത്രം ജപിക്കണം. ഈ പറഞ്ഞ ആ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ അരി കലത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട്. ഏത് മന്ത്രമാണ്? സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന നാമം ജപിച്ചിട്ട് വേണം ആ പൊങ്കാലയ്ക്ക് അരിയിടുവാനായിട്ട്. അതുപോലെ പിന്നെ നമ്മുടെ പൊങ്കാല ആ ഒരു തിളച്ച് തൂങ്ങുന്ന ദിക്കിനെ പറ്റിയൊക്കെ നിരവധി വളരെയധികം വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പൊങ്കാല തൂകുന്നത് വരെ പ്രാർത്ഥനയും പൂജയും നന്നായി വേണം.
ഏത് വഴിപാടും നടത്തിയ ശേഷം ഭക്ഷണം കഴിക്കുന്നതാണ് എല്ലാവരും ചെയ്യുന്നത്. അതുപോലെ തന്നെ വേണം നമുക്ക് പൊങ്കാലയിലും പൊങ്കാലയ്ക്ക് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ പൊങ്കാല തെളിച്ച ശേഷം ആഹാരം കഴിക്കുന്നതാണ് ഇവിടെ ഉത്തമം. ഇക്കാര്യം പൊങ്കാല ഇടുന്ന ആളിൻ്റെ ആരോഗ്യം അനുസരിച്ച് വേണം. എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് വേണം നിൽക്കുവാനായിട്ട്. പൊങ്കാല നീതിക്കും വരെ ജലപാനം പോലും നടത്താത്തവരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിലുള്ളത്. ദേവിക്ക് നേത്യം അർപ്പിക്കുന്നത് വരെ വിശപ്പോ ദാഹമോ വെയിലോ ചൂടോ ഒന്നും നമുക്ക് പ്രശ്നമേ അല്ല. അതിൻ്റെ കാരണം അവിടെ ഉദിക്കത്തില്ല. അത്രയ്ക്കും അനുഗ്രഹമാണ് പൊങ്കാല ഇടുന്നവർക്ക് അമ്മ നൽകുന്നത്. അതുപോലെ തന്നെ പൊങ്കാല ഇടുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാൽ ഉടൻ പുഷ്പം കൊണ്ട് അണയ്ക്കാം. പൊങ്കാല ദിവസമല്ലാതെയും ആറ്റുകാലിൽ പൊങ്കാല ഇടാമെന്നൊരു ഇതുണ്ട്. അപ്പോൾ പൊങ്കാല ദിവസം ഭക്തജനങ്ങൾക്ക് നേരിട്ട് സമർപ്പിക്കാം എന്നതേ ഉള്ളൊരു വ്യത്യാസം. ചിലർ ഒരു കാലം പൊങ്കാല ഇടുന്നു, ഒരു കലം അങ്ങനെ ഇടുന്നവരുണ്ട്. മറ്റു ചിലർ കൂടുതൽ എണ്ണത്തിൽ പൊങ്കാല സമർപ്പിക്കും. നേർച്ച അവരുടെ ഓരോ നേർച്ചകൾ അനുസരിച്ച്. അപ്പോൾ അടുപ്പ് കത്തിക്കുന്ന സമയം ഒരു പ്രശ്നമാണ്. അപ്പോൾ 101 അടുപ്പിൽ ഒരേ സമയത്ത് അഗ്നി പകർത്തുവാനായിട്ട് ആർക്കും തന്നെ കഴിയില്ല. മുഹൂർത്ത സമയത്ത് പ്രധാന കലത്തിൽ അഗ്നി ജ്വലിപ്പിക്കുക, ബാക്കി പിന്നീട് സമയം പോലെ ജ്വലിപ്പിച്ചാൽ മതി. അപ്പോൾ ഒന്നിൽ കൂടുതൽ പൊങ്കാല ഇടുന്നവർക്കാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. അപ്പോൾ 101 കലം പൊങ്കാല ഒരേ സമയത്ത് അടുപ്പിൽ വയ്ക്കണമെന്നില്ല. എന്നാൽ നിവേദ്യ സമയത്ത് 101 കലവും അടുത്ത് വെച്ച് വേണം നിവേദിക്കാനായിട്ട്. ഇനി നിവേദ്യം ദേവിക്കുള്ള സമർപ്പണമാണല്ലോ. എന്ത് സമർപ്പിക്കണമെന്ന് ഭക്തനാണ് തീരുമാനിക്കുന്നത്. വെള്ളയ പാൽപ്പായസവും ശർക്കര പായസവും മണ്ടപ്പുട്ടും തെരളയും ഒക്കെയാണ് പൊങ്കാലയിൽ ഓരോ ഭക്തന്മാരും ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇനി ഭക്തരുടെ ഇഷ്ടമാണ് ഇതിൽ മുൻപന്തിയിലുള്ളത്. അത് ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് വഴിപാടും ഇതിൻ്റെ കൂടെ സമർപ്പിക്കാം. മണ്ടപ്പുട്ട് ശിരോരോഗ സംബന്ധമായ ഒരു ഒറ്റമൂലിയാണ്. അപ്പം നമുക്ക് തലവേദന, തലയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്കൊക്കെ ഈ മണ്ടപ്പുട്ട് ദേവിക്ക് പൊങ്കാലയായിട്ട് സമർപ്പിക്കുമ്പോൾ അതിനൊത്തിരി കുറവ് ഉണ്ടാകുന്നു എന്ന് ആണ് ഒരു വിശ്വാസം. ഒത്തിരി അനുഭവം ഉള്ളവരും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പൊങ്കാല ദിവസം ഏത് ദേശത്തായാലും ദേവിയെ സങ്കല്പിച്ച് സ്വന്തം വീടിൻ്റെ മുറ്റത്ത് ശുദ്ധമാക്കിയ സ്ഥലത്ത് അടുപ്പിൽ പൊങ്കാല ഇടുന്നതും ദേവിക്ക് സമർപ്പിക്കുന്നതും നമ്മുടെ വീടിന് ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ അന്നദാനമാണല്ലോ മഹാദാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ അന്നദാനം നൽകുന്നതും സ്വീകരിക്കുന്നതും പുണ്യമാണ്. പൊങ്കാലയ്ക്ക് ശേഷം ക്ഷേത്രം നൽകുന്നതോ അല്ലെങ്കിൽ സംഘടന നൽകുന്നതോ സ്ഥാപനങ്ങളിൽ നൽകുന്നതോ ആയ അന്നദാനം സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. മറ്റുള്ളവർ നൽകുന്ന ആഹാരത്തിൽ അതെന്ത് ശുദ്ധമായതാണെങ്കിൽ എന്തും കഴിക്കാം. അവിടെ ധനധാന്യ സമൃദ്ധിയും സന്താന സൗഭാഗ്യവും സൽസന്താന ലാഭവുമാണ് പൊങ്കാലയിട്ടാൽ നമുക്ക് ലഭിക്കുന്ന അമ്മ നമുക്ക് തരുന്ന അനുഗ്രഹം. ഇനി യാതൊരു കാരണവശാലും ഒരിക്കൽ ഉപയോഗിച്ച പാത്രം വീണ്ടും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുകയേ ചെയ്യരുത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നാൽ പുത്തൻ മൺകലം തന്നെ വേണം ഉപയോഗിക്കാൻ ആണ് നമുക്ക് പണ്ട് തൊട്ടേ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. ഉപയോഗിച്ചതിൽ ആരും തന്നെ ഉപയോഗിക്കുകയില്ല. ഇനി പൊങ്കാല കലങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നമുക്കത് എന്തെങ്കിലും കറികളോ ഒക്കെ വെക്കുവാനായിട്ട് ഒക്കെ പാചകത്തിന് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി വീട്ടിൽ കൊണ്ടുപോയി കലത്തിൽ മണ്ണിട്ട് ഇനി തുളസി ചെടിയോ പിച്ചയോ ഒക്കെ നടാം. അല്ലെങ്കിൽ പൊങ്കാലയ്ക്ക് ശേഷം കലം കഴുകി വൃത്തിയാക്കി അതിൽ അരിയിട്ട് വേണമെങ്കിലും വയ്ക്കാം. ഈ ദിവസവും ചോറിനുള്ള അരിക്കൊപ്പം ഇതിൽ നിന്നും ഒരു പിടി അരി കൂടി അതിലിടണം. അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. അങ്ങനെ ഒത്തിരി പേര് നമുക്കിടയിലുണ്ട്. അങ്ങനെ പൊങ്കാലക്കലത്തിൽ അരി സൂക്ഷിച്ചിട്ട് അതിൽ നിന്നൊരു പിടി വീതം നമുക്ക് എന്നും ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് അരിയുടെ കൂട്ടത്തിൽ ഇടുകയാണെങ്കിൽ ഒരിക്കലും അരിക്ക് മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. നമുക്കിടയിലുള്ളതാണിത്. ഇനി ഒരു ഭക്ഷണ സാധനവും കളയരുത്. അത് നിവേദ്യമാണെങ്കിലും അത് ഒട്ടും കളയരുത്. പൊങ്കാലച്ചോറ് ബാക്കി വരാതെ നോക്കണം. പൊങ്കാല പ്രസാദമായി മറ്റുള്ളവർക്ക് നൽകാം. എന്നാൽ അഴുക്ക് ചാലിലോ കുഴിയിലോ ഇട്ടുകയോ മൂടുകയോ ഒന്നും ചെയ്യരുത്. ഒഴുക്ക് വെള്ളത്തിലിട്ടാൽ അത് മീനിന് ആഹാരമാകും. ഇങ്ങനെ പൊങ്കാല ഇടുന്നതിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നല്ല വൃത്തിശുദ്ധിയോടെ മനസ്സിൽ നല്ല ഭക്തിയോടും കൂടി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കേണ്ടത്.
അപ്പോൾ ഇന്ന് ഞാൻ ആറ്റുകാൽ പൊങ്കാലയെ പറ്റിയും പൊങ്കാലയുടെ ഒരു എങ്ങനെയാണ് ഇടേണ്ടത്, അതിൻ്റെ വ്രതങ്ങളും പിന്നെ അതിൻ്റെ ആ അനുഷ്ഠാന രീതികളും അതെങ്ങനെയാണ് അമ്മയുടെ അനുഗ്രഹം നമുക്കെല്ലാം ലഭിക്കാനായിട്ട് കൂടുതൽ നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവച്ചത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ ആദ്യമായിട്ടാണ് എന്തെങ്കിലും അഥവാ ചാനലിൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.